Respected dear family members, my pranams to you. Swami Vivekananda's messages. Every soul is a sun covered over with the clouds of ignorance. Every soul is the glittering, shining sun. ഓരോ ആത്മാവും പ്രകാശപൂരിതമായിട്ടുള്ള സൂര്യനെ പോലെ പരിശോഭിക്കുന്നു. പക്ഷേ അത് അറിവില്ലായ്മയുടെ മേഘത്താൽ കവർ ചെയ്തിരിക്കുന്നു, മൂടപ്പെട്ടിരിക്കുന്നു. The difference between soul and soul is due to the difference in density of the layers of the clouds. The difference between one soul and other soul is only the intensity, the density of the cloud which is covering that soul. ഒരു ആത്മാവും മറ്റൊരു ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന മേഘത്തിന്റെ കനമനുസരിച്ച് മാത്രം മാറിയിരിക്കുന്നു. ആത്മാവുകൾ തമ്മിൽ വ്യത്യാസമില്ല. We have to give back to the nation its lot individuality and raise the masses. We have to give the nation, we have to give our motherland the individuality of India, individuality of Bharat, and we have to raise the masses, we have to raise the poor people. നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം കൊടുക്കുകയും പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും നിരന്തരം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയും വേണം. No good thing can be done without obstruction. No good thing can be done without obstruction. Obstruction, obstacles, hindrances, problems, negatives, criticism, all these will be there. So for doing good things, you have to be ready for facing all these things. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിരന്തരം വിമർശനങ്ങളും എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടാകും. അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വേണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ. It is only those who preserve to the end that succeed. Those who are working hard till the end, till the result is available, only they will be successful in the life. ജീവിതാന്ത്യം വരെ നിരന്തരം എതിർപ്പുകളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് ആർക്കാണോ അവർ മാത്രമേ വിജയിക്കുകയുള്ളൂ. I believe that Satyayuga will come when there will be only one caste. മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനത മാത്രം ഉണ്ടാകുന്ന കാലത്ത് സത്യയുഗം തിരിച്ചു വരും. വൺ വേദ, ഒരു അറിവ് മാത്രം. വൺ വേദ, വൺ യുഗ ആൻഡ് പീസ് ആൻഡ് ഹാർമണി. സമാധാനവും സന്തോഷവും ഐക്യവും. പീസ് ആൻഡ് ഹാർമണി when comes, then Satyayuga will come. Or when these three are coming, then that yuga is known as Satyayuga. ഈ ഒരു വേദം, ഒരു ജാതി, ഒരു സമാധാന ശാന്തി ഐക്യത്തോടുകൂടി ജീവിക്കുന്ന കാലത്ത് സത്യയുഗം വരും. This idea of Satyayuga is what would revive India. Believe it. ആ സത്യയുഗം എന്ന സങ്കല്പം മാത്രമേ ഭാരതത്തെ ചൈതന്യവത്താക്കുകയുള്ളൂ. ഉറപ്പിച്ച് മനസ്സിലാക്കിയാലും act on the educated young men, bring them together and organize them. Act on the educated young men. ചെറുപ്പക്കാരിൽ പ്രവർത്തിക്കുക. You work on the young men. Bring them together and organize them. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരായവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് you work with them. Great things can be done by great sacrifice only. Great things can be done only through great sacrifice. വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. Do not be proud. അഹങ്കരിക്കരുത്. Do not insist upon anything dogmatic. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്തെങ്കിലും നേടാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. Do not go against anything. ഒന്നിനും എതിരെ വാശിയും പകയും വെച്ച് പ്രവർത്തിക്കരുത്. Ours is to put the chemicals together. എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരലാണ് നമ്മുടെ ലക്ഷ്യം. The Lord knows how and when the crystal will form. The God knows when the crystal will form. ജഗദീശ്വരനും പ്രകൃതിക്കും അറിയാം നമ്മൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി എന്ന് ലഭിക്കുമെന്ന്. Believe. The decree has gone forth. The fiat of the Lord has gone forth
ഇന്ത്യ മസ്റ്റ് റൈസ്. വിശ്വസിക്കുക, ദൃഢചിത്തനായി പരിശ്രമിക്കുക, ഉജ്ജ്വലനായിട്ട് മുന്നോട്ട് പോവുക. ജഗദീശ്വരൻ ഭാരതത്തെ ഉയർത്താൻ എല്ലാവിധത്തിലും സന്നദ്ധത ആയിട്ട് നിൽക്കുന്നു. The masses and the poor are to be made happy. വലിയ സമൂഹത്തെയും പാവപ്പെട്ടവരെയും സന്തുഷ്ടരാക്കേണ്ടതുണ്ട്. Rejoice, സന്തോഷിക്കുക. The flood of spirituality has risen. ആത്മീയതയുടെ വെള്ളം ഉയരുന്നു. വെള്ളപ്പൊക്ക പോലെ ആത്മീയത ഉയരുന്നു. I see it is rolling over the land. The spirituality is rolling over the land of India. Resistless, boundless, all absorbing. എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിവുള്ള, ആർക്കും തടയാൻ കഴിവില്ലാത്ത, അതിർത്തികളില്ലാത്ത ആത്മീയത ഭാരതത്തിന്റെ മണ്ണിലൂടെ ഒഴുകുന്നത് കാണാം. Do not try to lead your brethren, but serve them. You do not become a leader, you become a servant. മറ്റുള്ളവരുടെ നേതാവാകാനല്ല ശ്രമിക്കേണ്ടത്, മറ്റുള്ളവരുടെ സേവകനാകാൻ ശ്രമിക്കുക. The brutal mania for leading has sunk many a great ship in the waters of life. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി പ്രകടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം, നേതാക്കന്മാരാകാൻ ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം അവർ നിൽക്കുന്ന അവരുടെ തന്നെ കപ്പലിനെ സ്വയം മുക്കുകയാണ് ചെയ്യുന്നത്. So do not try to become a leader for leading others. Become the servant of others. When you become a perfect servant, then only you will become a perfect leader. A piece of wood can be easily cut only along the grains. So the old Hinduism can be reformed only through Hinduism. ഒരു മരം മുറിക്കണമെങ്കിൽ ആ മരത്തിന്റെ കമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കോടാലി കൊണ്ടേ മരം മുറിക്കാൻ പറ്റുള്ളൂ. മരം മുറിക്കണമെങ്കിൽ if you want to cut a tree, first you have to take the branch of a tree and make the handle for an axe. Using that only you can cut another tree. Just like that, you can refine Hinduism only through Hinduism. Purify Hinduism only through Hinduism and not through the new fangled reform movement. പുതിയതായി കവച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന പുതിയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഹിന്ദു ധർമ്മത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കില്ല. Never we can refine Hindu Dharma, use the ultra modern movement or other religion. The educated of the world will come to believe in the eternity of both the soul and creation. സൃഷ്ടിയുടെയും ആത്മാവിന്റെയും ആത്മീയതയെക്കുറിച്ച് ലോക ജനത അറിയുന്നൊരു കാലം വരും. The educated of the world, ലോകത്തിൽ വിദ്യാഭ്യാസമുള്ളവര് ആത്മാവിനെ കുറിച്ചും അതുപോലെ തന്നെ സൃഷ്ടിയെക്കുറിച്ചും അറിയുന്ന ഒരു ദിവസം വരും. And in God as our highest and perfect nature, ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന ഒരു കാലം വരും. Our highest and perfect nature, മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയും മനുഷ്യന്റെ ഏറ്റവും പെർഫെക്ഷൻ ഉള്ള അവസ്ഥയും തിരിച്ചറിയുന്ന ഒരു കാലം വരും. As taught in our holy Vedas, നമ്മുടെ പവിത്രമായ വേദങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്ന ആ അറിവ് വിദ്യാഭ്യാസമുള്ള ലോകം സ്വീകരിക്കുന്ന ഒരു കാലം വരും. അതിനുവേണ്ടി പ്രവർത്തിക്കുക. This life is short. നമ്മളുടെ ജീവിതം it is very short. കുറച്ചു കാലമേ ഉള്ളൂ. The vanities of the world are transient. ലോകത്തിലെ ആഡംബരങ്ങളും ഭൗതിക സുഖങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. But they alone live who live for others. ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. The rest are more dead than alive. ബാക്കിയുള്ളവര് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ബാക്കിയുള്ളവര് മരിച്ചതിന് തുല്യമാണ് ജീവിക്കുന്നു എങ്കിൽ പോലും. ഇൻസ്റ്റെഡ് ഓഫ് മെറ്റീരിയലൈസിംഗ് ദ സ്പിരിറ്റ്, ആത്മീയതയെ അതിനെ വസ്തുതാപരമായിട്ട് മെറ്റീരിയലൈസ് ചെയ്യുന്നതിനേക്കാൾ ഡ്രാഗിംഗ് ദ സ്പിരിച്വൽ ടു ദ മെറ്റീരിയൽ പ്ലെയിൻ, ആവശ്യമില്ലാതെ ആത്മീയതയെ ഭൗതിക തലത്തിലേക്ക് വലിച്ചഴക്കുന്നതിനേക്കാൾ കൺവേർട്ട് ദ മാറ്റർ ഇൻ ടു സ്പിരിറ്റ്, ഭൗതികതയെ ആത്മീയതയിലേക്ക് നയിക്കുക. കൺവേർട്ട് ദ ഫിസിക്കൽ കംഫർട്ട്സ് ആൻഡ് അതർ തിങ് ടു സ്പിരിച്വാലിറ്റി.
catch a glimpse at least. Let you have a glimpse of the spirituality. ആത്മീയതയുടെ ഒരു പ്രകാശമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. Every day let you be little more spiritual. Of the world of infinite beauty and peace and purity, the spiritual, and try to live it day and night. ഈ ലോകത്തിന്റെ സൗന്ദര്യം, ഈ ലോകത്തിന്റെ ശാന്തി, ഈ ലോകത്തിന്റെ പരിശുദ്ധി അത് ആത്മീയതയിലാണ്. The purity of the world, the beauty of the world, and also the peace of the world exists only in spirituality, not on over spiritual or over physical comforts and luxuries. Let you experience the spirituality day and night. ദിനരാത്രം അഹോരാത്രം ആത്മീയതയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. As Jiva and Ishvara are in essence the same. ജീവാത്മാവും ഈശ്വരനും ഒന്ന് തന്നെയാണ്. The soul and the cosmic Paramatma, the individual soul and the cosmic soul are literally the same. Serving the Jivas and loving Guru must mean one and the same. ജീവനുള്ളതിനെ സംരക്ഷിക്കുന്നതും ഗുരുവിനെ അനുസരിക്കുന്നതും ഒരേ മഹത്വമേറിയ ചൈതന്യത്തിന്റെ ഭാഗമാണ്. പ്രണാമം, നമസ്കാരം.